നമസ്കാരം. പോയ വാരത്തിലെ പ്രധാന വാർത്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എൻഫോ ന്യൂസ് ഒരുക്കുന്ന ആഴ്ചവട്ടം എന്ന വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ വിപിൻ. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ സംഭവത്തിൽ അധ്യാപകനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം വാണിയമ്പലം മടശ്ശേരി സ്വദേശി ഇരട്ടപ്പിലാക്കൽ വീട്ടിൽ മുൻസാഫിറിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. അറബിക് അധ്യാപകനും ആൺകുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിന്റെ ചുമതലയിലുള്ള പ്രതി 7ഓളം ആൺകുട്ടികളെയാണ് പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയത്. കുട്ടികൾ പരാതി നൽകിയതിനെ തുടർന്ന് ഒരാഴ്ച മുൻപ് പ്രതിയെ സ്കൂളിൽ നിന്നും പുറത്താക്കിയിരുന്നു. കുട്ടികൾ ചൈൽഡ് ലൈനിൽ അറിയിച്ചതിനെ തുടർന്ന് ചൈൽഡ് ലൈൻ അധികൃതർ കുന്നംകുളം പോലീസിന് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ദേശീയപാതയിൽ കയ്പമംഗലം കാളമുറിയിൽ വാഹനാപകടം, 3 പേർക്ക് പരിക്ക്. തെലങ്കാനയിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരുടെ കാറും മറ്റു 2 ബൈക്കുകളുമാണ് അപകടത്തിൽപ്പെട്ടത്. കാറിന് മുന്നിൽ പോയിരുന്ന ബൈക്കുകൾ കൂട്ടിയിടിച്ചപ്പോൾ നിയന്ത്രിച്ചു നിർത്താൻ ശ്രമിക്കുന്നതിനിടെ അയ്യപ്പ ഭക്തരുടെ കാർ ബൈക്കിലിടിക്കുകയും കാനയിലേക്ക് മറിയുകയുമായിരുന്നു. കാറിന്റെ മുൻഭാഗം തകർന്നിട്ടുണ്ട്. കാറിലുണ്ടായിരുന്ന 4 പേരും സുരക്ഷിതരാണ്. ബൈക്ക് യാത്രക്കാരായ കയ്പമംഗലം കൂരിക്കുഴി പുതിയ വീട്ടിൽ മുഹമ്മദ് സലീം, ഭാര്യ സീനത്ത്, വലപ്പാട് സ്വദേശി മുഹമ്മദ് സാബിത്ത് എന്നിവർക്ക് പരിക്കുണ്ട്. ഇവരെ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചേലക്കോട്ടുകരയിൽ പൂട്ടിക്കിടന്ന കട നവീകരിക്കുന്നതിനിടെ തീപിടുത്തം. തീ പടർന്ന് സമീപവാസിയുടെ വീട്ടിലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കത്തിനശിച്ചു. ചേലക്കോട്ടുകര CG തോമസിന്റെ ഉടമസ്ഥതയിലുള്ള കടയ്ക്കാണ് തീ പിടിച്ചത്. കടയുടെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബിൽഡിംഗ് പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെ തീ പടർന്നാണ് അപകടമെന്നാണ് സൂചന. കടയിലുണ്ടായിരുന്ന മരത്തടികളും ഫർണിച്ചറും കത്തിനശിച്ചു. സമീപത്തെ കൊരട്ടിക്കാരൻ ഫ്രാൻസി ജോണിന്റെ വീടിന്റെ പുറത്തേക്കും ഉപകരണങ്ങളിലേക്കും PVC പൈപ്പുകളിലേക്കും തീ പടർന്നു. തൃശൂരിൽ നിന്ന് 2 യൂണിറ്റ് അഗ്നിരക്ഷാ സേനയെത്തി തീയണച്ചു. മലക്കൊടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന യുവതിയെ ഭർത്താവ് വെട്ടിപ്പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. മലപ്പുറം പൊന്നാനി കോട്ടത്തറ സ്വദേശിനി കളരിപ്പറമ്പിൽ വീട്ടിൽ അമൃതയ്ക്കാണ് പരിക്കേറ്റത്. സംഭവത്തിൽ ഭർത്താവായ മലപ്പുറം എടപ്പാൾ സ്വദേശി കളരിപ്പറമ്പിൽ ജിതിൻ പ്രകാശിനെ അന്തിക്കാട് പോലീസ് പിടികൂടി. വ്യാഴാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. മലക്കൊടിയിലുള്ള ഇവരുടെ വാടക വീട്ടിൽ വച്ചുണ്ടായ കുടുംബ വഴക്കിൽ അമൃതയെ ജിതിൻ പ്രകാശ് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. പരിക്കേറ്റ അമൃതയുടെ അമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്തിക്കാട് പോലീസ് കേസെടുത്തു. പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. പൂച്ചനിപ്പാടത്ത് സ്വകാര്യ ബസ് ഇടിച്ച് ബൈക്ക് യാത്രികനായ യുവാവിന് പരിക്കേറ്റു. പാലിശ്ശേരി സ്വദേശി ചിറയന്മേൽ വീട്ടിൽ അഖിൽ രാജനാണ് പരിക്കേറ്റത്. പൂച്ചനിപ്പാടം മാംഗോ ബേക്കറിക്ക് സമീപമായിരുന്നു അപകടം. കൊടുങ്ങല്ലൂർ തൃശൂർ റോഡിൽ ഒരേ ദിശയിൽ സഞ്ചരിക്കുകയായിരുന്ന മഹാദേവ സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസും സ്കൂട്ടറുമാണ് അപകടത്തിൽപ്പെട്ടത്. പൂച്ചിനിപ്പാടത്ത് വെച്ച് പുറകിലെത്തിയ ആംബുലൻസിന് സൈഡ് നൽകി ബൈക്ക് മുന്നോട്ടെടുക്കുന്നതിനിടെ ബസ് തട്ടുകയായിരുന്നു. അപകടത്തിൽ സ്കൂട്ടർ യാത്രികന്റെ കൈക്ക് പരിക്കേറ്റു. ഇദ്ദേഹത്തെ ബസ് ജീവനക്കാർ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിച്ചെങ്കിലും സ്ഥലത്തുണ്ടായിരുന്നവരുമായുള്ള തർക്കം മൂലം കഴിഞ്ഞില്ല. സ്വകാര്യ ബസ് ചേർപ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിസാര പരിക്കേറ്റ ബൈക്ക് യാത്രികന്റെ ചികിത്സാ ചെലവ് വഹിക്കുമെന്ന് ബസ് ജീവനക്കാർ അറിയിച്ചു. അപകടത്തിന്റെ CCTV ദൃശ്യവും ജീവനക്കാർ പോലീസിന് സമർപ്പിച്ചിരുന്നു. വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിലെ പൈങ്ങോട്ട് നിന്നും കാണാതായ ആളെ കല്ലേരി പാടശേഖരത്തിന് സമീപത്തുള്ള തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പൈങ്ങോട് ഘണ്ടാകർണ ക്ഷേത്രത്തിന് പടിഞ്ഞാറ് താമസിക്കുന്ന മുണ്ടഞ്ചേരി വീട്ടിൽ സുബ്രഹ്മണ്യനെയാണ് വെള്ളിയാഴ്ച വൈകിട്ട് കാണാതായത്. തിരച്ചിലിലാണ് പാടശേഖരത്തിന് സമീപമുള്ള തോട്ടിൽ മൃതദേഹം കണ്ടെത്തിയത്. ഇരിങ്ങാലക്കുട പോലീസ് നടപടികൾ പൂർത്തിയാക്കി. ഭാര്യ പരേതയായ അംബിക, മക്കൾ സന്ദീപ്, സരിത. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൽ 16 അംഗ ഭരണസമിതി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വരണാധികാരി ഡോക്ടർ C സീമ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പള്ളിക്കുന്ന് ഡിവിഷനിൽ നിന്ന് വിജയിച്ച മുതിർന്ന അംഗം റെജി ജോർജ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തു. തുടർന്ന് ഡിവിഷൻ മുൻഗണനയിൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. റെജി ജോർജ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ഭരണസമിതി യോഗം ചേർന്നു. കൊടകര BDO KC ജിനീഷ്, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ആദ്യ യോഗം 10:50
ചേരുന്നതാണ്. പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപത്തു നിന്നും കൈക്കൂലി വാങ്ങിയ പണവുമായി എക്സൈസ് ഇൻസ്പെക്ടറെ വിജിലൻസ് സംഘം പിടികൂടി. ചാലക്കുടി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ വലക്കാവ് സ്വദേശി ഹരീഷാണ് പിടിയിലായത്. സംഘത്തെ കണ്ട് ഇയാൾ കാറിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ 32,500 രൂപ വിജിലൻസ് സംഘം കണ്ടെടുത്തു. ബാർ, കള്ളുഷാപ്പ് ഉടമകളിൽ നിന്ന് ഇയാൾ സ്ഥിരമായി മാസപ്പടി കൈപ്പറ്റാറുണ്ടെന്നും വീട്ടിലേക്ക് കാറിൽ പോകുന്ന ദിവസമാണ് പണം കൈപ്പറ്റാറുള്ളതെന്നും വിജിലൻസിന് വിവരം ലഭിച്ചിരുന്നു. 1 മാസത്തിലേറെയായി ഇയാളുടെ സഞ്ചാരം വിജിലൻസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇന്നലെ വൈകിട്ട് 6 മണിയോടെ ഇയാളുടെ കാർ പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം വെച്ച് വിജിലൻസ് തടയുകയായിരുന്നു. സ്കൂൾ വിദ്യാർത്ഥി മരിക്കാനിടയായ സംഭവം. അപകടമുണ്ടായത് ഡ്രൈവറുടെ വാഹനാഭ്യാസത്തിനിടെ. ഷജീർ 11 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ചന്ദ്രാപിന്നി ചാമക്കാല കടപ്പുറത്ത് സ്കൂൾ വിദ്യാർത്ഥി കാർ മറിഞ്ഞ് മരിക്കാനിടയായത് ഡ്രൈവറുടെ വാഹനാഭ്യാസത്തിനിടെ. കുട്ടികളെ വാഹനത്തിൽ കയറ്റി ഇയാൾ കടപ്പുറത്ത് വാഹനാഭ്യാസം നടത്തിയതാണ് അപകടത്തിന് കാരണമായത്. സംഭവത്തിൽ വാഹനമോടിച്ച കയ്പമംഗലം കൂരിക്കുഴി സ്വദേശി പഴംപറമ്പിൽ വീട്ടിൽ ഷജീറിനെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നരഹത്യയ്ക്കാണ് ഇയാളുടെ പേരിൽ കേസെടുത്തിട്ടുള്ളത്. 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ പള്ളിത്തറ വീട്ടിൽ ഫൈസലിന്റെ മകൻ മുഹമ്മദ് സിനാനാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 6ഓടെ ചാമക്കാല ബീച്ചിലായിരുന്നു മുഹമ്മദ് സിനാനിന്റെ ജീവനെടുത്ത അപകടം. സുരക്ഷാ മാനദണ്ഡങ്ങളില്ലാതെ കടപ്പുറത്ത് കാറിൽ സാഹസിക അഭ്യാസം നടത്തുകയായിരുന്നു ഷജീർ. സമീപം കളിക്കുകയായിരുന്ന മുഹമ്മദ് സിനാൻ, മുഹമ്മദ് ഷഫീർ, അമീർ എന്നീ കുട്ടികളെയും ഇയാൾ വാഹനത്തിൽ കയറ്റി. തുടർന്ന് വാഹനവുമായി അഭ്യാസത്തിനിടെയാണ് മറിഞ്ഞത്. സിനാൻ കാറിനടിയിൽ പെട്ടുപോവുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. വാഹനം പോലീസ് പിടിച്ചെടുത്ത് ഫോറൻസിക് വിഭാഗം വിശദമായ പരിശോധന നടത്തി. ഷജീറുമായി സംഭവസ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. വധശ്രമം, തട്ടിപ്പ്, അടിപിടി ഉൾപ്പെടെ 11 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് പിടിയിലായ ഷജീർ എന്നും പോലീസ് അറിയിച്ചു. കണ്ണൂർ സ്വദേശിയായ കുപ്രസിദ്ധ ഗുണ്ടയെ കാപ്പ ഉത്തരവ് ലംഘിച്ചതിനാൽ പോലീസ് അറസ്റ്റ് ചെയ്തു. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ട ആമ്പല്ലൂർ, കല്ലൂർ, ആദൂർ, ചിറ്റിയത്ത് വീട്ടിൽ മിഥുൻ, കുട്ടൻ എന്നീ പേരുകളിൽ വിളിക്കുന്ന ബിദുനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. 6 മാസത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ ആദൂരുള്ള വീട്ടിൽ വന്നതിനാണ് പോലീസ് ബിദുനെ അറസ്റ്റ് ചെയ്തത്. ബിദുൻ പുതുക്കാട്, മതിലകം പോലീസ് സ്റ്റേഷനുകളിലായി 1 കൊലപാതക കേസും 5 വധശ്രമ കേസും 1 അടിപിടി കേസുമടക്കം 10 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. കൊടകര റഷീദ് വീണ്ടും കസ്റ്റഡിയിൽ. അതിരപ്പള്ളിയിലെ റിസോർട്ടിൽ യുവതിയെ ബലാത്സംഗം ചെയ്തതായി പരാതി. തൃശൂരിലെ ഫ്ളാറ്റ് കൊലക്കേസിലെ പ്രതിയായ കൊടകര റഷീദ് വീണ്ടും കസ്റ്റഡിയിൽ. യുവതിയെ ബലാത്സംഗം ചെയ്തെന്ന പരാതിയിലാണ് കൊടകര റഷീദ് കസ്റ്റഡിയിലായത്. കോഴിക്കോട്ട് വെച്ചാണ് പിടിയിലായത്. അതിരപ്പള്ളിയിലെ റിസോർട്ടിൽ വെച്ചാണ് ബലാത്സംഗം നടന്നത്. ഡിസംബർ 13-നായിരുന്നു സംഭവം. യുവതിയുടെ മാതാപിതാക്കളുടെ സുഹൃത്താണ് റഷീദ്. സംഭവത്തിൽ കൂട്ടുപ്രതികളായ 3 പേരെയും പിടികൂടി. കാപ്പോത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ട നെല്ലായി സ്വദേശി അറസ്റ്റിൽ. ആലത്തൂർ കുറവത്ത് വീട്ടിൽ ആദർശിനെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. 6 മാസത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ കാപ്പ സഞ്ചലന നിയന്ത്രണ ഉത്തരവ് ലംഘിച്ചതിനാലാണ് ആദർശിനെ ആലത്തൂർ സാംബശിവ നഗറിന് സമീപത്തു നിന്നും അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ആദർശ് കൊടകര പോലീസ് സ്റ്റേഷനിൽ 1 വധശ്രമ കേസും 2 അടിപിടി കേസും സ്ത്രീയെ മാനഹാനി വരുത്തുന്ന രീതിയിൽ ആക്രമിച്ച കേസുമടക്കം 6 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. വീടിന്റെ പൂട്ട് പൊളിച്ച് അകത്ത് കയറി കട്ടിലും കിടക്കിയും തീയിട്ട് നശിപ്പിച്ച കേസിലെ പിടികിട്ടാപ്പുള്ളിയെ പോലീസ് പിടികൂടി. കടുപ്പശ്ശേരി സ്വദേശി പുതുവാട്ടിൽ വീട്ടിൽ സുന്ദരനാണ് തൃശൂർ റൂറൽ പോലീസിന്റെ പിടിയിലായത്. 2019 ജൂലൈ 2-ന് വൈകിട്ട് കടുപ്പശ്ശേരി സ്വദേശി പുതുവാട്ടിൽ പ്രവീണിന്റെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത്. വീടിന്റെ പിൻവാതിൽ പൊളിച്ച് അകത്ത് കടന്ന പ്രതി ഹാളിലുണ്ടായിരുന്ന കട്ടിലും കിടക്കിയും തീയിട്ട് നശിപ്പിക്കുകയായിരുന്നു. ഈ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞിരുന്ന പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം കോടതി നടപടികളിൽ സഹകരിക്കാതെ ഒളിവിൽ പോവുകയായിരുന്നു. തുടർന്ന് ഇരിങ്ങാലക്കുട സെഷൻസ് കോടതി പ്രതിയെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച് വാറണ്ട് പുറപ്പെടുവിച്ചു. ഈ വാറണ്ട് പ്രകാരമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു. ആളൂർ താഴേക്കാട് വരദനാട് അമ്പലത്തിന് സമീപം വയോധികനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ താഴേക്കാട് സ്വദേശി ജയൻ അറസ്റ്റിൽ. അമ്പലത്തിലെ ജീവനക്കാരനായ മുകുന്ദന് നേരെയാണ് ആക്രമണം. കഴിഞ്ഞ ഉത്സവത്തിനിടെ മദ്യപിച്ച് പ്രശ്നം സൃഷ്ടിച്ചത് ചോദ്യം ചെയ്തതിനുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. പ്രതിക്കെതിരെ മുമ്പ്
പോക്സോ ഉൾപ്പെടെ 4 കേസുകൾ നിലവിലുണ്ട്. നടപടികൾക്ക് ശേഷം ജയനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ചവട്ടം പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.